അങ്ങനെ മൂന്നാം നാൾ ഉറവ ഉയർത്തെഴുന്നേറ്റു. 100 വർഷങ്ങൾക്കപ്പുറം ഈ കേണിക്കിണർ കുഴിച്ചവരോ ഇത് മൂടിയവരോ ഇന്ന് ജീവിച്ചിരിപ്പില്ല. 1 നൂറ്റാണ്ടിനപ്പുറം ജീവിക്കണമെന്ന മോഹവുമായി കാട് മൂടിയ വയനാട്ടിലേക്ക് പ്രതീക്ഷയോടെ വന്നവർ കുഴിച്ച ഈ കേണിക്കിണർ 4ാം തലമുറയിൽപ്പെട്ട അപ്പൂസിൻ്റെ അതിയായ ആഗ്രഹത്താൽ ഞങ്ങളത് വീണ്ടും തുറന്നു. ഇന്ന് കിണറിൻ്റെ അടിഭാഗം കണ്ടു. 3 കല്ലുകൾ, അതിന് നടുക്കൊരു സുഷിരം. അതിലൂടെ ഉറവ കിനിയുന്നു. ചുറ്റോടു ചുറ്റും ഉറവയിങ്ങനെ പൊട്ടിയൊലിക്കുകയാണ്. ഇനി മുകൾ ഭാഗത്ത് കുറച്ച് കല്ല് കെട്ടാൻ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം പൂർത്തിയായി. 44 വർഷങ്ങൾക്കപ്പുറം ഈ കിണറിൽ നിന്ന് വെള്ളമെടുത്ത ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരു കുടം വെള്ളവുമായി സ്നേഹം പങ്കിടാം. ആ കാഴ്ചയിൽ സ്വർഗം ഏറെ സന്തോഷിക്കും. കിണറിൻ്റെ അടിയിൽ നിന്ന് ഞാൻ ആകാശത്തേക്ക് നോക്കി. കുറച്ചുപേരെ ഞാൻ ആകാശത്ത് കണ്ടു. എൻ്റെ കണ്ണ് നിറഞ്ഞു. ചെത്തിമിനുക്കാത്ത കാട്ടുകല്ലിൻ്റെ ഈ നിർമ്മിതി നൂറ്റാണ്ടിനെയും അതിജീവിക്കുന്നു. എത്ര മനോഹരമായ കാഴ്ച!